ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്നും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് വളരെ സങ്കടമുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ എൻ്റെ പ്രേക്ഷകരോട് ക്ഷമിക്കണം. കാരണം ഞാൻ പലപ്പോഴും എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് ഒരു കാര്യം പൂർണ്ണമായും അറിയാതെ ഒരു റിയാക്ഷൻ വീഡിയോ പ്രത്യേകിച്ചും ചെയ്യരുതെന്ന്. പക്ഷേ ഞാൻ ഉദയഗിരിജ എന്ന ജീവമാതാ കാരുണ്യ സെൻറ്ററിൻ്റെ വീഡിയോ കുറച്ച് ഈ അടുത്തായിട്ടാണ് ഞാൻ ശ്രദ്ധയപ്പെട്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഒരു നെഗറ്റീവ് വീഡിയോ അവരെക്കുറിച്ച് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നത് കുറച്ച് പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നല്ല കാര്യമായതുകൊണ്ട് ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് ഓരോരോ ന്യൂസായിട്ട് ഇങ്ങനെ പുറത്ത് വന്ന് നെഗറ്റീവ് അറിയാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നത് ഈ മണ്ടിയാണ്, നിനക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. കാരണം ഞാൻ ഈ ഉദയഗിരിജ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ അടുത്ത് കാണിച്ചപ്പം എൻ്റെ ഹസ്ബൻഡ് ആദ്യം പറഞ്ഞു ഇവരാളത്ര ശരിയല്ല, അവരുടെ ലുക്ക് കണ്ടിട്ട് അങ്ങനെ. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ അതിൻ്റെ പേരിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി. അത് സ്വാഭാവികമാണ്. ഇവിടെ എല്ലാവരും എനിക്കിങ്ങനെ ആളുകളെ കുറ്റം പറയുന്നത് എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. നമ്മൾ മുൻവിധി ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. പക്ഷേ അവർക്ക് അതിനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. അത് ദൈവം കൊടുത്തൊരു കഴിവാണ്. പക്ഷേ ആ കഴിവ് എനിക്കില്ല. എനിക്ക് ഇത്തിരി ലേറ്റാവുമെന്നേ ഉള്ളൂ, കഴിവില്ലെന്നല്ല. അപ്പം രണ്ടുപേരും ശരിയല്ലെന്ന് പുള്ളി ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു. പക്ഷേ അതിന് ശരിവയ്ക്കുന്ന വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ വീണ്ടും ഞാൻ തോറ്റിരിക്കുകയാണ്. പക്ഷേ എങ്കിലും അവർ നല്ലൊരു പ്രവൃത്തിയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഡിസ്റ്റ് മനോഭാവം ഈ സ്ത്രീക്ക് ഉണ്ടായി എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയുമില്ല. കാരണം ഒരു പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അനാഥാലയം നടത്തുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ അവരോട് പെരുമാറാൻ പാടില്ല. കാരണം അവിടുത്തെ അമ്മമാരെ കണ്ടാൽ അറിയാം അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന്. കാരണം ഒരു എല്ലരിച്ച നമ്മളൊക്കെ ഈ പട്ടികളെ റെസ്ക്യൂ ചെയ്യുകയും അവരെ പോറ്റുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ആഹാരം കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും, കിട്ടാത്തപ്പോൾ എങ്ങനെ ഇരിക്കും. അത് മനുഷ്യനായാലും മൃഗമായാലും ഒരുപോലത്തെ അവസ്ഥ തന്നെയാണ്. അപ്പം നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക, ചെയ്യുന്നെങ്കിൽ നന്നായിട്ട് ചെയ്യുക. പിന്നെ നന്നായി ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ പട്ടികളെ പോറ്റാൻ പെടുന്ന പാട് എനിക്കറിയാം. 2 നേരത്തുനിന്ന് ആഹാരം അവർക്ക് ഇപ്പോൾ 1 നേരം ആക്കിയിട്ടുണ്ട്. കാര്യം എന്താണ്, എൻ്റെ വരുമാനം അതിന് ഇനഫല്ല. അപ്പോൾ അതേ അവസ്ഥ അവർക്കുണ്ടാവും. പക്ഷെ നമുക്ക് അവർക്ക് അല്പം സ്നേഹം കൊടുക്കാമല്ലോ. ഇപ്പോൾ നമുക്ക് പട്ടിണിയാണ്, നമ്മളെ വീട്ടിൽ പട്ടിണിയായാലും നമ്മൾ വയറ് ഇറുക്കി കിടക്കും. പക്ഷേ നമ്മളെ വീട്ടുകാർക്ക് നമ്മളോടുള്ള സ്നേഹം നമുക്ക് കുറഞ്ഞാൽ നമുക്ക് അങ്ങനെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരല്പ സ്നേഹവും കാരുണ്യമൊക്കെ അവർക്ക് കൊടുക്കാമായിരുന്നു ഉദയഗിരിജയ്ക്ക്. എന്തുകൊണ്ട്? പക്ഷേ ഉദയഗിരിജയ്ക്ക് യാതൊരു വാട്ടവും ഇല്ല. ഉദയഗിരിജ നല്ല കാളത്തടി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോകളെല്ലാം കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവിടെ ഇതിൻ്റെ പേരിൽ കിട്ടുന്ന വരുമാനം ഉദയഗിരിജ ലാവിഷായിട്ട് ജീവിക്കാൻ ഉദയഗിരിജയും കുടുംബത്തിന് ലാവാശം. ഉദയഗിരിജയുടെ മക്കളെല്ലാം ഉദയഗിരിജയൊക്കെ ഇനി എങ്ങോട്ട് വണ്ണം വയ്ക്കാനെന്നറിയില്ല. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അന്തേവാസികൾ മാത്രം എല്ലാം ശുഷ്കിച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ പൂർണ്ണമായിട്ടും ആ ഒരു ആരോഗ്യസ്ഥിതിയിൽ നിന്ന് അവരുടെ ജീവിത രീതിയും ബാഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എങ്കിലും അവരെ ഈ മുളക് പൊടി ജനനേന്ദ്രിയത്തിൽ വിതറുക, ഉദയഗിരിജ ഒന്ന് സ്വന്തമായിട്ട് ഒരിക്കലെങ്കിലും ചെയ്തു നോക്കണം കേട്ടോ. മറ്റുള്ളവരുടെ വസ്ത്രം പൊക്കി ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് അതിൻ്റെ സുഖം പ്രാവശ്യം അനുഭവിക്കണം. ഉദയഗിരിജ അനുഭവിച്ചിട്ടുള്ള സുഖം വേറെ സുഖമാണ്. ആ സുഖം മറ്റ് സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണ്. ഉദയഗിരിജയ്ക്ക് മാത്രമല്ല പുരുഷൻ്റെ സുഖം അനുഭവിക്കാൻ വിധിയുള്ളത്. അത് ആവശ്യമുള്ള എല്ലാവർക്കും അനുഭവിച്ചോട്ടെ. ഉദയഗിരിജ അതിൽ അസൂയപ്പെടേണ്ട കാര്യമില്ല. ഒരാൾക്ക് കണ്ണുണ്ടെങ്കിൽ നോക്കാം. ഒരു പുരുഷനെ നോക്കിയെന്ന് കരുതിയിട്ടൊന്നും അവിടെ വ്യഭിചാരം നടക്കുന്നില്ലല്ലോ. അത് തലയ്ക്ക് സ്ഥിരതയില്ലാത്തൊരു സ്ത്രീ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. പിന്നെ ഉദയഗിരിജയുടെ സ്വഭാവശുദ്ധി തന്നെ ആയിരിക്കുമല്ലോ ഉദയഗിരിജയുടെ മകനും ഉണ്ടാവുക. പിന്നെ ആ കുട്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല. അവൻ്റെ പ്രായം ചെറുപ്പമാണ്. ഒരു കുട്ടിയോട് സ്നേഹം തോന്നാം. അനാമിക കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവളോട് സ്നേഹം തോന്നി, അവൻ പ്രേമം അവളോട് കാണിച്ചു. അതിൽ നിന്ന് ഗർഭിണിയായി. പക്ഷെ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലല്ലോ. എന്തായാലും ഒരുപക്ഷെ അവൻ്റെ അച്ഛൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം അവൻ ആ കുട്ടിയെ കയ്യേൽക്കാൻ തയ്യാറായി. അതിലെനിക്ക് 100% ആ കുട്ടിയോട് എനിക്ക് ബഹുമാനമുണ്ട്. അവൻ ആ വീട് വിട്ട് അമ്മ കെട്ടിക്കൊടുക്കൂല എന്നായപ്പോൾ വീട് വിട്ട് ആ കുട്ടിയും കൊണ്ട് പോകാൻ അവനൊരു മനസ്സ് കാണിച്ചു. ആ കുട്ടിയുടെ വീട്ടിലൊക്കെ ചെന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ആ കുട്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല. ആ കുട്ടിയുടെ മകന് സ്വഭാവദൂഷ്യമുണ്ട്, പെണ്ണ് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുവെങ്കിലും ആ കുട്ടിയെ ഉപേക്ഷിക്കാതെ ഏൽക്കാൻ അത് അമ്മ കെട്ടിവെച്ചതല്ലല്ലോ. ആ പയ്യൻ്റെ ഇഷ്ടത്താൽ അവളെ വിവാഹം കഴിച്ചതല്ലേ. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ ഒന്നും പറയുന്നില്ല. പിന്നെ അനാമികയ്ക്ക് ഒരു ഗർഭിണിയായ കുട്ടി, അതും അനാഥ, 18 വയസ്സിൽ ഗർഭിണിയായി വീണ്ടും തെരുവിലാകേണ്ടി വരുന്ന അവസ്ഥ.
അപ്പോൾ ഒരു സമൂഹത്തെ പേടിച്ചിട്ടാണെങ്കിലും അവർ ആ കല്യാണത്തിന് സമ്മതിക്കുമ്പോൾ ഇവർ അഴുക്ക സ്ത്രീ ആണെങ്കിൽ പോലും ആ കുട്ടിക്ക് എൻ്റെ അമ്മായിയമ്മ നല്ലതാണ് എന്ന് സമൂഹത്തിനോട് പറയേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ട് അവൾ അതങ്ങനെ പറഞ്ഞു. അവളെയും കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷേ അവളെ അമ്മായിയമ്മയെ പേടിക്കാതെ അമ്മായിയമ്മയെക്കുറിച്ച് അനാഥാലയത്തിലെ കാര്യങ്ങളും ഒന്നുകൂടെ അനാമികയോട് ചോദിച്ചാൽ അനാമിക എന്ത് പറയും എന്ന് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അത് അമ്മായിയമ്മയെ പേടിക്കാതെ പറയാൻ ഉള്ള ധൈര്യം ആ കുട്ടിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഉദയഗിരിജയുടെ മകള് കുറച്ച് ദിവസം എന്തോ ഒരു ഗസ്റ്റ് വന്ന് കൊടുത്ത ബിരിയാണിയുടെ ബാക്കി ഉണ്ടായിരുന്നു. അത് വിശപ്പ് സഹിക്കാതെ അവിടുത്തെ അന്തേവാസികൾ ചെന്ന് എടുത്ത് കഴിക്കുമ്പോൾ ഉദയഗിരിജയുടെ മകൾ കണ്ടുകൊണ്ട് വന്നിട്ട് ആ ഭക്ഷണം പിടിച്ചു വാങ്ങി വെക്കുകയോ അത് അവരുപയോഗിക്കുകയോ ചെയ്യാതെ കൊണ്ട് വേസ്റ്റ് ആയിട്ട് തട്ടിക്കളഞ്ഞ്. അത് ഭക്ഷണത്തിനോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു ദ്രോഹമാണ്. അത് ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അത് മനസ്സിലാവും. വിശപ്പ് അറിഞ്ഞിട്ടില്ലാത്ത ഒരാൾക്ക് അത് മനസ്സിലാവില്ല. ആ ഭക്ഷണത്തെ കൊണ്ട് തട്ടിക്കളഞ്ഞ ആ നടപടി അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഉദയഗിരിജയുടെ മകൾ ചെയ്തത് ഒട്ടുമേ ശരിയല്ല. അത് ഒട്ടും മനുഷ്യത്വമില്ലാത്തൊരു പ്രവൃത്തിയാണ് ആ ചെയ്ത. ആ വിശപ്പെങ്കിലും അവരൊന്ന് അടക്കിക്കോട്ടെ. നിങ്ങൾ അത് കഴിച്ചിട്ട് നിങ്ങൾ അവർക്ക് എന്ത് പണിഷ്മെൻറ്റ് കൊടുത്തോ, അത് നിങ്ങളുടെ ഭക്ഷണമല്ലല്ലോ. അത് സമയം കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവുന്ന ഒരു ഭക്ഷണമല്ലേ. പക്ഷെ ആ ചെയ്തതിനോട് ഒട്ടും ന്യായീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിട്ടുവീഴ്ചകൾ ഉദയഗിരിജയുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഉദയഗിരിജ എന്തായാലും സ്ട്രേറ്റ് ഫോർവേഡ് അല്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം ഈ അന്തേവാസികൾ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ ഉദയഗിരിജ ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ ഇത്ര ആരോഗ്യത്തോടെ ഇരിക്കേണ്ട ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഒരു അനാഥാലയം നടത്തുന്ന ഒരാൾ അവരുടെ ആരോഗ്യത്തിനല്ല, അവർ വളർത്തുന്ന അവരുടെ അന്തേവാസികളുടെ ആരോഗ്യത്തിനാണ് മുൻഗണന നൽകേണ്ടത്. അതൊന്നും അവിടെ കാണുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഇനി അതൊരു നല്ല ഉദയഗിരിജയ്ക്ക് എന്തായാലും നടത്താനുള്ളൊരു യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്ന ആ സഹോദരിയെ, എനിക്ക് അവരുടെ പേര് ഞാൻ മറന്നുപോയി, ആ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് സത്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യസമേതം മുന്നോട്ട് വന്ന സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എൻ്റെ റിയാക്ഷൻ വീഡിയോ ആരും കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാര്യം എൻ്റെ ഫോൺ നല്ലതല്ല, എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല, പിന്നെ എനിക്ക് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആരും കാണാൻ സാധ്യതയില്ല. എങ്കിലും എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടെങ്കിലും എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. എന്തായാലും ഒട്ടും ഉദയഗിരിജയുടെ പ്രവൃത്തി എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല. ഞാൻ അവർക്കൊരു വീഡിയോ സപ്പോർട്ടായിട്ട് ചെയ്തു പോയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. എങ്കിലും ഞാനത് ഡിലീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. ഞാനതിൽ വേറെ ആരെയും ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല. പക്ഷേ ആരെയും നമ്മൾ ഉപദ്രവിക്കരുത്, അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കുക. എൻ്റെ ആഗ്രഹം അതാണ്. നമുക്കൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളവരെ ദ്രോഹിക്കരുത്. അതുപോലെ ഉദയഗിരിജയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനേ പറ്റിയുള്ളൂങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളവരെ ദ്രോഹിക്കരുത്. അവരെ ഒരു മനുഷ്യരായിട്ട് കാണുക, അവരെ ഇങ്ങനെ അവഹേളിക്കരുത്. അവർക്കൊരല്പ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നേഹം കൊടുക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല. അവരെ പിന്നെ അച്ഛനമ്മ ഇല്ലാത്തവർ, ഉപേക്ഷിക്കപ്പെട്ടവരെന്നും തെണ്ടികളെന്നും അങ്ങനെയുള്ള വാക്കുകളൊന്നും അവരെ അഭിസംബോധന ചെയ്യരുത് ദയവായി. ഇതെൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ കണക്കാക്കുക. പിന്നെ അവർക്ക് 2ഉം 3ഉം ഒക്കെ കല്യാണം കഴിക്കാം, ഇഷ്ടമുള്ള പുരുഷൻ്റെ കൂടെ ജീവിക്കാം. മറ്റ് സ്ത്രീകൾക്ക് അത് പാടില്ല, പുരുഷനെ നോക്കാൻ പാടില്ല, എങ്കിൽ അവർ വ്യഭിചാരം അല്ലെങ്കിൽ അവർക്ക് ഞരമ്പ് രോഗം ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദയഗിരിജയ്ക്ക് ഈ പ്രായത്തിലൊരു 2ാം വിവാഹമൊക്കെ 3ാം വിവാഹമൊക്കെ കഴിക്കാമെങ്കിൽ മറ്റുള്ളവർക്കും അതിനുള്ള അവകാശമുണ്ട്. അതിനുള്ളൊരു അവകാശം നിങ്ങൾ അവർക്ക് കൊടുക്കണം. പിന്നെ നിങ്ങൾ വിവാഹം കഴിഞ്ഞത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, അതുപോലെ വ്യക്തിത്വം മറ്റുള്ളവർക്കും ഉണ്ട്. അവരെയും അനുവദിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ചും മാനസിക വിഭ്രാന്തി ഉള്ളവരോട് കുറച്ചുകൂടെ മാന്യമായി പെരുമാറുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ദയവേത് നിങ്ങളുടെ അന്തേവാസികളെ, നിങ്ങൾക്ക് ചെയ്ത തെറ്റുകൾ തിരുത്താൻ ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് ഇനിയും നല്ല രീതിയിൽ അവരെ സ്നേഹിച്ച് പരിപാലിച്ച് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ സ്വയം ഏറ്റുപറഞ്ഞാൽ നിങ്ങളെ 2 കൈ നീട്ടി കേരളക്കാർ സ്വീകരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു കള്ളത്തിന്മേൽ മറ്റൊരു കള്ളം പറഞ്ഞ് നിങ്ങളുടെ ചില ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഒരു പരിങ്ങലും നിങ്ങളുടെ ഒരു അഭിനയമൊക്കെ നമുക്ക് മനസ്സിലാവും. ഇല്ല എന്ന് പറയുന്നില്ല. കാരണം പഠിച്ച കള്ളിയൊക്കെ കള്ളന്മാർക്കും പഠിച്ച കള്ളികളെയും കള്ളന്മാരും തിരിച്ചറിയാം. നമുക്കൊന്നും അതിനുള്ള ഒരു കഴിവ് അത്രയ്ക്കില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഒരു മയത്തോടുകൂടെ നിങ്ങളുടെ അന്തേവാസികളോട് പെരുമാറുക. പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒന്നും എനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല.
അപ്പോൾ ദയവ് ചെയ്ത് അവരോട് മനുഷ്യത്തോട് പെരുമാറുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് പാവങ്ങളെ. കാരണം ഞാനിത് ചെയ്യാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഞാനും ഒരു ഓർഫനേജിൽ 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഈ വിഷയത്തിൽ ഉണ്ടായത് തന്നെ. ഞാൻ സാൽവേഷൻ ആർമിയുടെ ഞങ്ങളുടെ പള്ളിയിലെ സാൽവേഷൻ ആർമിയാണ് ഞാൻ പോകുന്ന ചർച്ച് ആയിരുന്നു, ഇപ്പം അല്ല. അപ്പോൾ അതിൻ്റെ കീഴിൽ കവടിയാറിൽ കുറവൻകോണത്തുള്ള ഓർഫനേജിലാണ് ഞാൻ പഠിച്ചു 10ാം ക്ലാസ് വരെ വളർന്നത്. പക്ഷെ നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ കാര്യം കേൾക്കുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഇപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം നമുക്കിങ്ങനത്തെ ഒരു പീഡനം സഹിക്കേണ്ടി വന്നില്ല. പിന്നെ ഞങ്ങൾ കൊച്ചു കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആരുടെ പെൻസിലോ സോക്സോ ടൈയോ ഷൂസോ ഒക്കെ നമ്മളത് കളഞ്ഞു പോകുമ്പോൾ അടി മേടിച്ച് നമ്മൾ മറ്റൊരാളുടെ അടുത്ത് മോഷ്ടിക്കും. ആ സമയത്ത് ആരെടുത്തെന്ന് ചോദിച്ചാൽ അവർ സത്യം പറയില്ല, അടി മേടിച്ച്. അപ്പോൾ അതുകൊണ്ട് സത്യം പറയാൻ വേണ്ടി 30 പേരെ നിർത്തി അടിക്കുന്ന ഒരു രീതി അവിടെയുണ്ട്. ആ ഒരു ചൂരൻ്റെ പ്രയോഗം ഇന്നും നമുക്ക് പേടിയുണ്ട്. അത് അവർ കള്ളം തെളിയിക്കാൻ, അല്ലാതെ ഞങ്ങൾക്ക് കാരണമില്ലാതെ ഞങ്ങളെ ഇങ്ങനെ അടിക്കുകയോ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾക്ക് 3 നേരവും ഫുഡും 4 മണിക്കുള്ള ചായയും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വളരെ റെയറായിട്ടൊക്കെ ലേറ്റായിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഫുഡിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കൊച്ചുകുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഫുഡൊക്കെ ചിലപ്പോൾ തികയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കട്ടൊക്കെ തിന്നും, അത് വാസ്തവം. പക്ഷെ അല്ലാതെ ഞങ്ങൾ 100% ഭാഗ്യവതികളായിരുന്നുവെന്ന് ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് സോപ്പിനോ എണ്ണയ്ക്കോ അങ്ങനെയൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല, അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാൽവേഷൻ ആർമിക്കും അതിൻ്റെ എല്ലാ നടത്തിപ്പുകാർക്കും എൻ്റെ നന്ദി. ഇപ്പോഴും മരണം വരെ ഞാൻ മറക്കാത്ത ഒരു സ്ഥാപനമാണ് സാൽവേഷൻ ആർമി. അപ്പോൾ ഉദയഗിരിജ ദേവിയത് അവരോടൊരല്പം കൂടെ സ്നേഹവും കരുണയും ഒക്കെ കാണിക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു.